அப்பா இதுக்கு பேரு லெபேரியா. ரொம்ப நாளைக்கு பிறகு இன்றைக்கு தான் செய்தேன். அதான் கொடுத்துட்டு போலாம்னு வந்தேன். அவளுக்கு உடம்பு சரியில்லை, அவ இதெல்லாம் சாப்பிடக்கூடாது. അമ്മാവക്ക് ഉടമ്പ് ശരിയില്ലെന്ന് എനിക്ക് കാലമേ தெரியும். ഈ പറഞ്ഞ ഐറ്റമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരവിയതും അതിലേക്ക് ഏലക്കാപ്പൊടിയും കാഷ്യൂ നട്ടും ആവശ്യത്തിനുള്ള ശർക്കര പാനിയും ചേർത്തിട്ട് ഇതൊന്ന് വിളയിച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കാനുണ്ട്. 1 കപ്പ് റംലാസിൻ്റെ അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. ഈ ഒരു പൊടിയുടെ പ്രത്യേകത എന്താ അറിയോ, പച്ചവെള്ളത്തിലും വേണമെങ്കിൽ നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ മരത്തിൻ്റെ ആ ഒരു അച്ചാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ചൂടുവെള്ളം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം 1 കപ്പിന് 2 കപ്പ് ചൂടുവെള്ളം എന്ന കണക്കിലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചേക്കുന്നത്. ഇത് നമ്മൾ കുഴച്ച് ഉരുളകളാക്കിയതിന് ശേഷം നമ്മൾ ഈ അച്ചിലേക്ക് ഇട്ടതിന് ശേഷം വട്ടത്തിൽ വേണം പരത്തിയെടുക്കാനായിട്ട് കേട്ടോ. വാഴയിലയിൽ അല്പം എണ്ണ പുരട്ടിയിട്ട് വേണം കേട്ടോ ഈ ഒരു പ്രോസസ്സ് ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയ ആ ഫില്ലിങ്ങും കൂടെ അതിലേക്ക് വെച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ മടക്കിയെടുക്കുക. ഇനി നമുക്കിത് ആവി കയറ്റിയെടുക്കുന്ന പണിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ശ്രീലങ്കക്കാരുടെ ലവേരിയ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാലേ ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.